കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 10 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. വയനാട്, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കാസർഗോഡ്, കോട്ടയം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കണ്ണൂരിലും കോഴിക്കോടും പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി അപർണ KS ചേരുന്നു. അപർണ, സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തന്നെയാണ്. മറ്റന്നാൾ വരെ മഴ തുടരുമെന്നാണ് നിലവിലെ മുന്നറിയിപ്പുകൾ. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അനുരഞ്ജന, സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 9 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കൂടാതെ തന്നെ മലയോര മേഖലകളിൽ ആണ് ഇത്തരത്തിൽ മഴ കനക്കാനുള്ള സാധ്യതയുള്ള. ഈ മേഖലയിലുള്ളവർ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം, സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിൽ കൂടാതെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിൽ താമസിക്കുന്നവർ കൃത്യമായി മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കാൻ സന്നദ്ധരാകണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന വിലക്ക് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അടുത്ത 2 ദിവസം കൂടി ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഉണ്ടാകും. കൂടാതെ പുഴയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കാരണം ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകമായി ഈ പമ്പ, അച്ചൻകോവിൽ തീരത്തുള്ളവർ കൃത്യമായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. നാളെ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഇത്തരത്തിൽ നാളെ ഓറഞ്ച് അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ കനക്കുന്ന സാഹചര്യങ്ങളിൽ ഇത് മാറാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തൊട്ടാകെ നിരവധി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ മാത്രം പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. മറ്റ് വാർത്തകൾ, അതായത് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അവ കണക്കിലെടുക്കാതെ ഇത്തരത്തിൽ കൃത്യമായി ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന മുന്നറിയിപ്പുകൾ മാത്രം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും അറിയിച്ചിട്ടുണ്ട്. തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്റെ പരിണിത ഫലമായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി അടുത്ത് വരുന്ന 2 ദിവസങ്ങളിൽ കൂടി ഇത്തരത്തിൽ മഴ കനക്കാനുള്ള സാധ്യതയുണ്ട്. അനുരഞ്ജന. ശരി അപർണ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി അറിയാനുണ്ട്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. മഴയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടും ജീവനോപാധിയും പൂർണ്ണമായി നഷ്ടമായവർക്കുമുള്ള ധനസഹായത്തിന്റെ തുകയും മറ്റ് ദുരിതാശ്വാസ നടപടികളും യോഗത്തിൽ അന്തിമമാകും. വിവരങ്ങളുമായി അപർണ KS ചേരുന്നുണ്ട്. അപർണ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുരഞ്ജന, സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നത്. മഴയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് വീടും ജീവനോപാധിയും പൂർണ്ണമായും നഷ്ടമായവർക്കുള്ള ധനസഹായത്തിന്റെ തുക, മറ്റ് ദുരിതാശ്വാസ നടപടികൾ എന്നിവയായിരിക്കും ഇന്ന് യോഗത്തിൽ തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മരണപ്പെട്ടവർക്ക്, ഈ മഴക്കെടുതിയിൽ മരണപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിനു പുറമെ എന്തൊക്കെയായിരിക്കും നൽകേണ്ടത്, എന്തൊക്കെ ആനുകൂല്യങ്ങൾ നൽകണം, ഇത്തരത്തിൽ വീടുകൾ നഷ്ടമായവരുണ്ട്, കൂടാതെ കൃഷി നഷ്ടമായ
അർഹമായവരുണ്ട്. അവർക്കൊക്കെ എന്തൊക്കെ ധനസഹായങ്ങൾ അല്ലെങ്കിൽ മറ്റു സഹായങ്ങൾ നൽകണമെന്ന കാര്യത്തിൽ ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും തീരുമാനം ഉണ്ടാവുക. പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മഴ കൊണ്ട് ഒരു ദുരിതം അനുഭവിച്ചത്. അതായത് വെള്ളക്കെട്ട്, പ്രളയത്തിന് സമാനമായ സാഹചര്യം വരെ പത്തനംതിട്ട, തിരുവല്ല മേഖലകളിലൊക്കെ തന്നെ നിലനിന്നിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് അവിടത്തേക്ക് പ്രത്യേകമായി എന്തെങ്കിലും ആനുകൂല്യം നൽകുന്ന കാര്യത്തിൽ അടക്കം ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. എന്തായാലും ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ട, റാന്നി മേഖലകളിലൊക്കെ തന്നെ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കും ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരത്തിൽ ഈ ജീവനോപാധി അടക്കം നഷ്ടപ്പെട്ടവർക്ക് എന്തൊക്കെ ധനസഹായങ്ങൾ നൽകണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. അനുരഞ്ജന. ശരി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമെടുക്കും. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക. മഴയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടും ജീവനോപാധിയും പൂർണ്ണമായി നഷ്ടമായവർക്കുമുള്ള ധനസഹായത്തിന്റെ തുക മറ്റ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനമാകും. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.